ഹലോ, ഞാനിന്ന് എൻ്റെ ഫേസിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളതുമായ കുറച്ച് പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ്, അതായത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള റിവ്യൂസ് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പോൺസിൻ്റെ ഒരു ക്രീമായിരുന്നു. അതുപോലെ ഒലയുടെ ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇത് കുറച്ച് വൈറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. കാരണം വേറൊന്നും ഞാൻ നോക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ സ്കിന്ന് ഫേസ് പിന്നെയും ഡ്രൈ ആവുമായിരുന്നു. ഫൈനലി ഈ സാധനം കിട്ടി. ഇത് സെലിബ്രിറ്റീസുകൾ വരെ റിവ്യൂ ഇട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. സൂപ്പർ സാധനമാണ്. എന്നെപ്പോലെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നമ്മുടെ സാധാരണ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ, അതായത് ഈ പോൺസ് ഒല്ലതിനൊക്കെ പോലത്തതിനേക്കാളൊക്കെ കുറച്ചും കൂടെ എക്സ്പെൻസീവാണ്. പക്ഷേ ഒരു ഫേസിൽ നമ്മൾ ഒരു നല്ല മോയ്സ്ചറൈസിങ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഫേസ് ഡ്രൈ ആയിട്ട് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. അതുപോലെ വെരി ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ ഒരെണ്ണം കൂടിയുണ്ട്. ഓയിലി സ്കിൻ എനിക്കറിയില്ല, കാരണം ഞാൻ ഓയിലി സ്കിൻ അല്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയാത്ത കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ സെക്കൻഡ് വന്നിട്ട് സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷാണ്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണ്. കാരണം വേറെ എന്ത് സാധനം യൂസ് ചെയ്താലും എന്തായാലും നമുക്ക് ഫേസ് വാഷ് ചെയ്യാനായിട്ടൊരു ഫേസ് വാഷ് നമുക്ക് വേണം. അപ്പം അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് വളരെ ബെറ്ററായിട്ട് തോന്നിയ ഒരു ഫേസ് വാഷാണ്. ഇതിന് മുന്നേ ഞാൻ ഹിമാലയയുടെ നീമും അതുപോലെ ഒലേൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും ഹിമാലയയുടെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് പിമ്പിൾസ് വന്നു. അത് എൻ്റെ സ്കിന്നിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പിമ്പിൾസ് വന്നു. അതുപോലെ ഒലയുടെ യൂസ് ചെയ്തപ്പോൾ അതിനകത്തൊരു സ്ക്രബുണ്ട് ഈ ഫേസ് വാഷിനകത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണോ അറിയത്തില്ല, സ്കിന്ന് ഒന്നും കൂടെ ഡ്രൈ ആവുമായിരുന്നു. പിന്നെ ഈ സാധനം പേരുപോലെ തന്നെ സിമ്പിളാണ്. സിമ്പിൾ റിഫ്രഷിങ് ഫേഷ്യൽ വാഷ്. ഇത് നല്ല കളറൊന്നുമില്ല, അങ്ങനെ ഫ്രേഗ്രൻസും ഒന്നുമില്ല. ഒരു ട്രാൻസ്പെറൻ്റ് ആണ്. ഒരു നോ ഹാർഷ് കെമിക്കൽസ് എഴുതിയിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമ്മുടെ സ്കിന്നിനെ അപ്സെറ്റ് ആക്കുന്ന ഒരു കാര്യമില്ലെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്, നമുക്ക് ഒരു പ്രശ്നമില്ല. എൻ്റെ ഫേസിലാണെങ്കിൽ എനിക്കിപ്പോൾ നിറച്ച് പിമ്പിൾസ് വരുന്നുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും എന്ത് ചെയ്താലും പ്രശ്നം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പം അവർക്കൊക്കെ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. നമുക്കിതുകൊണ്ട് അങ്ങനെ വലിയ സൈഡ് എഫക്റ്റ് ഒന്നും വരത്തില്ല, കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിനെ ഇതാക്കുന്ന കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ പെട്ടെന്നാണ് പറയുന്നത്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ. ഇത് വാട്ടർമെലൻ്റെ ആണ്. ഇതല്ലാണ്ട് വേറൊരു 2 കൂടി ഉണ്ട്, പക്ഷേ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. അത് നമുക്ക് ഭയങ്കര വൈറ്റ് കാസ്റ്റിംഗ് ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുള്ളതാണെന്ന്. ഞാൻ ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്, പക്ഷേ എനിക്ക് ഈ സംഭവം നല്ല വർക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇത് തന്നെയാണ് ഇപ്പം കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് 50 ഗ്രാമാണുള്ളത്. ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. വേറെ ഒരു സാധനവും നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം, കാരണം UV ലൈറ്റ്സ് അത്രയും ഡേഞ്ചറസ് ആണ്. മാത്രമല്ല, നമുക്ക് ചില സമയത്ത് ഗേൾസിനൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് ഈ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി വരും. ഭംഗി കഴിഞ്ഞിട്ടല്ല നമ്മളിത് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഞാൻ പറയുകയാണ്, നല്ലൊരു ഭംഗി കിട്ടും. പെട്ടെന്ന് ഇത് മാത്രം ഇട്ടാലും നമുക്കൊരു എന്തോ ഒരു ഭംഗി തോന്നിക്കും. അതെന്താണെന്ന് അറിയത്തില്ല, പക്ഷെ അതല്ല ഇതിൻ്റെ മെയിൻ സാധനം. സൺസ്ക്രീൻ നമ്മളെപ്പോഴും യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ UAE-യിലുള്ളവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഡ്രൈ ലിപ്സ്. ഞാൻ അതിനെപ്പറ്റി ഒരു സ്ക്രബിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലിനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക്. ഇത് സൂപ്പർ സാധനം. ലിനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണിത്. ഇത് നിങ്ങൾക്ക് ഈ സ്ക്രബ് ചെയ്യാനും ഇത് ഉണ്ടാക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഈ സാധനം മാത്രം ഒന്ന് രാത്രിയിൽ ഇട്ടിട്ട് രാവിലെ നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 2 ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്ക്, ഇത് ഞാൻ ഒരുപാട് നാളായില്ല യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, എനിക്ക് തോന്നുന്നൊരു 3 മാസം ആവുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഡ്രൈ ലിപ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറിയത് ഈ സാധനം ഉള്ളതുകൊണ്ടാണ്. നേരത്തെയൊക്കെ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഇതിങ്ങനെ ഒരുമാതിരി ഇരിക്കും, നമ്മുടെ ചുണ്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഞാൻ മെട്രോയിലൊക്കെ കണ്ടുകൊണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട് മാറും. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡ്രൈനെസ് നമ്മുടെ ലിപ്സിൻ്റെ മാറും. ട്രസ്റ്റ് മീ ഗൈസ്, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇത് ഇച്ചിരി എക്സ്പെൻസീവാണ്.
ഇത് ബെറിയുടെയാണ്, ലിനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക്. സൂപ്പർ 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 സാധനമാണ്. എനിക്കിപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ ദിവസവും ബെഡിൻ്റെ അടുത്ത് തന്നെ വെക്കും, എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. എപ്പോഴും ബാഗിൽ കൊണ്ട് നടക്കും. പകൽ യൂസ് ചെയ്യാറില്ല, എന്നാലും ഞാൻ ബാഗിൽ യൂസ് ചെയ്തുകൊണ്ട് നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് സെറമാണ്. ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇതെൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും മേടിച്ചത് ചിലപ്പോൾ ഇനി കുറേ നാൾ യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് കിട്ടുന്നത് വിചാരിച്ചിട്ടാണ്. പക്ഷെ കുറച്ച് നാളായി, പക്ഷെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഫേസിൽ മാറ്റമൊന്നും തോന്നുന്നില്ല. സോ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല, ഞാനതങ്ങ് നിർത്തി. ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാമല്ലോ ആർക്കെങ്കിലും ഒക്കെ ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്ന്. അപ്പുറത്ത് ഫ്ലാറ്റിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ നോക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ല, വെട്ടം കുറച്ച് പോയെന്നും തോന്നുന്നു. അപ്പം ഞാൻ ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളത് കൊണ്ട് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. നല്ല അല്ലാത്തത് പറയാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഡോട്ട് ആൻഡ് കീ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ വലിയ പ്രയോജനമില്ലാത്തത്. പിന്നെ എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പ്രയോജനം കിട്ടാത്തതായിട്ടുള്ളത് ഞാൻ പറഞ്ഞു, ഹിമാലയയുടെ നിം ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് വരികയാണ് ചെയ്തത്. എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പിമ്പിൾസ് വന്നു. പിന്നെ ഒലയുടെ ഒലയുടെ ഫേസ് വാഷ് എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ, എൻ്റെ അമ്മോ എന്തോ പുട്ടിയടിച്ച് വെച്ചാണ് കാര്യം. അത് നമ്മൾ യൂസ് ചെയ്ത സമയത്ത് അതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പ്രോഡക്ട്സിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ബോഡിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.